ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈൻ വോയ്സ്. ഇറ്റ്സ് മീ റാണി. നമ്മുടെ എമിലി അമ്മളുടെ പിറന്നാളായിരുന്നു ഇന്ന്. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു പരിപാടി എല്ലാം അവസാനിച്ചിരുന്നപ്പോഴത്തേക്കും ഇതേ നമുക്ക് നമ്മുടെ പശുവിന് ഇവിടെ കുഞ്ഞുണ്ടാകാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പശുവിന് കുഞ്ഞുണ്ടാകുന്നത് കാണാൻ പോവാണ്. അപ്പം അവളവിടെ കിടന്നു കേട്ടോ. ഇത്രയും നേരം അവളോട് കിടക്കുന്നു പറഞ്ഞിട്ട് മടി പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. ഒരു കുഞ്ഞ് കാല് പുറത്ത് കാണാം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ ഏപ്രിലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ടോ. നമ്മുടെ ഓസ്ട്രേലിയക്ക് വരാനുള്ള തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ഇടാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ്. കാരണം പശുക്കിടാവിൻ്റെ ഒരു കാലേ പുറത്ത് വന്നിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാലും തലയും പുറത്ത് വന്നിട്ട് വേണം നമുക്ക് വലിച്ചു തുടങ്ങാൻ. കാരണം ഒരു ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ കാലാവാൻ വരുന്നത്. അപ്പോൾ അത് ഇച്ചിരി അപകടമാണ്, പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ നോക്കി നിന്നപ്പോൾ 2 കാലും പശുക്കിടാവും നാക്കും പുറത്തിട്ട് തന്നു. അപ്പോൾ തലയാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായി. പക്ഷെ നാക്ക് പുറത്തിട്ട് കഴിഞ്ഞാൽ നാക്ക് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ നാക്കൊക്കെ അകത്തോട്ട് തള്ളിക്കൊടുത്തു. എന്നിട്ട് 2 കാലും വലിച്ചു കൊടുത്തു നോക്കിയിട്ടോ. പക്ഷെ എന്നാലും ഇങ്ങോട്ട് പോരുന്നില്ല. ചെറിയ തല ഇങ്ങോട്ട് പോരാനാണ് ബുദ്ധിമുട്ട്. അത് കാല് മാത്രം നിന്നാലും നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പോരുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം തല പുറത്ത് വരാൻ വേണ്ടി. നോർമലി പശുക്കളൊക്കെ തന്നെ പ്രസവിക്കുന്നുണ്ടോ, നമ്മൾ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ സഹായിക്കുന്നു എന്ന് മാത്രം. അമ്മ ഒരു തുണി എടുക്കാൻ അങ്ങ് മാറിയ സമയത്താണ് ഞാനവിടെ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പശു കേട്ടു. അപ്പോഴാണ് ഞാൻ പെട്ടു എന്ന് മനസ്സിലായത്. അങ്ങനെ പശുക്കിടാവ് തലയും പുറത്തിട്ട് ദേ പുറത്തോട്ട് പോയി നിൽക്കുന്ന സീനാണ്. വരാൻ പറ, വന്നു തലയെ പിടിച്ച് വലിച്ചാൽ മതിയാ. ഞാൻ കാലയിലെ പിടിച്ചേക്കുന്നേ. നീണ്ടാണ് ഞാൻ കൃഷി ചെയ്യാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ഒന്നും തള്ളാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പശുവിൻ്റെ പ്രസവം എടുക്കട്ടോ. മമ്മ പറയായിരുന്നു. മമ്മയാണെങ്കിൽ മമ്മയുടെ അമ്മച്ചിയുടെ കൂടെ നിന്നിട്ടാണ് പശുവിനെ പ്രസവം എടുക്കാൻ പഠിച്ചത്. അപ്പോൾ അതുപോലെ മമ്മയുടെ കൂടെ നിന്ന് ഞാൻ പഠിച്ചു. മീൻസ് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു സിദ്ധിയാണ് എന്നുള്ളൊരു ഇതായിരുന്നു. നമ്മളിവിടെ പല കാര്യങ്ങൾ ഈ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തു. കാരണം അതുപോലൊരു സിറ്റുവേഷനാണല്ലോ അത്. അങ്ങനെ പശുക്കിടാവ് പുറത്തു വന്നു. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു വന്ന് പശുക്കിടാവിനെ നക്കിയിരിക്കുന്നു. കാരണം പശു നക്കുന്നതനുസരിച്ചാണ് പശുക്കിടാവിൻ്റെ കാലിലേക്കുള്ള രക്തോട്ടമൊക്കെ കറക്റ്റായിട്ട് പശുക്കിടാവിൻ്റെ കാലിന് ബലം കിട്ടും. അപ്പോൾ ഇനി വേണ്ടത് പശു നക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പശുക്കിടാവിനെ ഒന്ന് തുടച്ചു കൊടുത്തു. ഈ ഉള്ള ലിക്വിഡ് മൊത്തം പശു നക്കിയെടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പയ്യൊന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ പശു എനിക്കുന്നില്ല. പശു അവിടെ കിടപ്പലാണ് കേട്ടോ. ഇച്ചിരി എനിക്കാനുള്ള ആ ഒരു എനർജി ആയിട്ടില്ല. നമ്മൾ വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കിടക്കുകയാണ്. നമ്മളതിൻ്റെ പൊക്കിൾക്കൊടിയൊക്കെ പൊട്ടിച്ചു കൊടുത്തു. നോർമലി പശുക്കിടാവോ അല്ലെങ്കിൽ പശു എനിക്കുമ്പോൾ പൊട്ടി പോകുന്നതാണ് കേട്ടോ ഈ. നമ്മൾ പശുവിനെ എനിപ്പിക്കാൻ ഇങ്ങനെ തട്ടിയൊക്കെ നോക്കി. പക്ഷേ പശു എനിച്ച് വരുന്നില്ല. പശു ആ ഒരു ക്ഷീണത്തിൽ കിടപ്പാണ് കേട്ടോ. പക്ഷേ പശുക്കിടാവിൻ്റെ അടുത്തേക്ക് എത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് തല തിരിച്ചൊക്കെ. പശുവിനവിടെ കിടന്ന് പശുക്കിടാവിൻ്റെ അടുത്തിട്ട് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പയ്യെ പശുക്കിടാവിനെ ഒരു തുണിയിലേക്കിട്ട് കൊണ്ടുപോയി പശുവിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെയെങ്കിലും പശുക്കിടാവിനെ നക്കി എനിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ പശു നക്കുന്നുണ്ട്. അതിൻ്റെ കഴുത്തും കാലും ഒക്കെ നക്കി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് സമയം കൂടെ ആയതുകൊണ്ട് പശു കുറേ നേരം കിടാവിനെ നക്കും, പിന്നെ വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അവസാനം പശു എനിച്ച് കഴിഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. കാരണം അങ്ങനെ പ്രസവ സമയത്ത് പശു തളർന്നു പോകാനുള്ള ചാൻസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സീനുകളൊന്നും ഇല്ലാതെ പശു നല്ല അടിപൊളിയായിട്ട് എനിച്ച് പോകും. ഇനി കിടാവ് എനിച്ച് അതിൻ്റെ പാല് കുടിക്കുന്ന സീൻ കാണാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. പശുവോട് നക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ട് വലിയ ചർച്ചകളിലാണല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കിടാവ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തിൽ തന്നെ എനിച്ച്, ഒരു ദിവസമല്ല അപ്പം തന്നെ എനിച്ച് പാല് കുടിക്കുന്ന സീനാണല്ലോ. പാല് കുടിക്കുന്ന എവിടെയാണ്, എങ്ങനെ പോയി ആ പാല് കുടിക്കേണ്ടതെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പശുക്കിടാവ്. പക്ഷെ നമുക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ചെറുതാറുന്നത്, നമ്മളുണ്ടായി കഴിഞ്ഞാൽ ഇരിച്ച് വരാനെടുത്ത് കാണും 1 വർഷം 1.5 വർഷം. പാല് കുടിക്കാൻ കൊടുത്താൽ കുടിക്കും, കഴിക്കാൻ കൊടുത്താൽ കഴിക്കും എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
മാത്രമല്ല ക്ടാവ് ഉണ്ടായിക്കഴിഞ്ഞ് ഉണ്ടാവുന്ന സമയത്ത് റിയലി ബ്ലൈൻഡാണ് പോലും. അപ്പോൾ ബ്ലൈൻഡായി ക്ടാവ് എങ്ങനെ പോയി പാല് കുടിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ ഡിസ്കഷനിലാണ്. ശരിക്കും മണം പിടിച്ചാണ് പോയി പാല് കുടിക്കുന്നത്. അങ്ങനെ മണം പിടിച്ച് ഇവിടെ എത്തുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ. ക്ടാവ് ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എനിക്കാൻ കേട്ടോ. പശു കുറേ നേരം നക്കി, കുറേ നേരം ക്ടാവ് ഇങ്ങനെ എനിക്കാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ക്ടാവ് എന്തായാലും എനിച്ചിരുന്നു, കിടപ്പിൽ നിന്ന് മാറി എനിച്ചിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ഫസ്റ്റ് തിരിയും, പിന്നെ മുട്ടുകുത്തും, പിന്നെ എനിച്ച് നടക്കുകയാണ്. അതുപോലെ ഫസ്റ്റ് മുട്ടുകുത്തി ഇരുന്നു, ഇനി അങ്ങ് എനിച്ചാൽ മതി. ബാക്കൊക്കെ നക്കി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കുറേ നേരമായിട്ട് അങ്ങനെ ശ്രമിക്കുന്നു. കുറേ പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ ഇങ്ങനെ ഓരോ ശ്രമങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് മറിഞ്ഞു പോവും, ചിലപ്പോൾ ഒരു കാല് പയ്യെ വളഞ്ഞു പോവും. ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പല നേരത്തെ ശ്രമം കൊണ്ട് അവസാനം 4 കാലിലും അങ്ങ് ശക്തിയായിട്ടില്ല, അങ്ങ് ബലമായിട്ടില്ല, ഇപ്പോഴങ്ങ് ആടി നിൽക്കുകയാണ്. പശുവാണെങ്കിൽ കറക്റ്റായിട്ട് കാല് നക്കി കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ദാഹമുണ്ട് കേട്ടോ. ഞങ്ങൾ വെള്ളവും കുടിക്കാൻ പോകും. അങ്ങനെ വെള്ളവും കുടിച്ച് നക്കി നമ്മുടെ പശുക്കിടാവിനെ എനിപ്പിച്ച് വിട്ടു. പശുക്കിടാവാണെങ്കിൽ അകിടും തപ്പി പോയിട്ടുണ്ട് കേട്ടോ പാല് കുടിക്കാൻ. സ്ട്രെയിറ്റ് പോയി കുടിച്ചൊന്നുമില്ല, അത് വളരെ ബുദ്ധിമുട്ടി പാടുപെട്ട് കണ്ടുപിടിച്ച് തന്നെയാണ് കേട്ടോ കുടിച്ചത്. കാരണം അവിടെ എവിടെയോ ഉണ്ടെന്നറിയാം, പക്ഷെ എവിടെയാണെന്ന് അതിന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. കുറേ നേരം ഇങ്ങനെ തപ്പി നടന്നാണ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ക്ടാവ് പാല് കുടിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.